അപമാനം തന്നെയാണ് ഏറ്റവും വലിയ മൂലധനം. അതിനേക്കാൾ വലിയൊരു മൂലധനം വേറെയില്ല. കേട്ട പിഴകളിൽ നിന്നും, തെറികളിൽ നിന്നും, കുറ്റപ്പെടുത്തലുകളിൽ നിന്നും, ആക്ഷേപശരങ്ങളിൽ നിന്നും ഊർജ്ജം ഇന്ധനമായി എടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കുതിച്ചുയർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സീസണിൽ വമ്പന്മാരായ കൊൽക്കത്തയുടെ മടിത്തട്ടിൽ ചെന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെ ജയത്തോളം പോകുന്ന ഒരു സമനില ബ്ലാസ്റ്റേഴ്സിന് പിടിച്ചു വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കേട്ട തെറികളെയും പരിഹാസങ്ങളെയും എല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് പതിയെങ്കിലും ചവിട്ടി മെതിച്ച് മയപ്പെടുത്തി വരാൻ സാധിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയണം. 10ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് പിന്നിലായി പോയപ്പോൾ ഈ സീസണിലെ തിരക്കഥകൾക്ക് ഇനിയും മാറ്റമില്ല എന്ന് നമ്മൾ കരുതി. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന ഉയരക്കാരൻ പ്രതിരോധ താരമുണ്ടല്ലോ, ഫോളോ ഇന്ത്യയെ, അവനെക്കുറിച്ച് പിന്നെ നമ്മൾ പറയണം. ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സ്വന്തമാക്കിയ ഏറ്റവും മികച്ച താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലവര തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവൻ എന്ന് അവനെ വിളിക്കണം. പ്രതിരോധ നിരക്കാരനാണോ ആക്രമണ നിരക്കാരനാണോ എന്ന് എനിക്കറിയത്തില്ല. പെസ്സിൽ എനിക്കൊരു സെനഗൽ പ്ലെയർ ഉണ്ട് ഇങ്ങനെ, അത് പോട്ടെ, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് സ്ട്രൈക്കിംഗ് സോൺ മുതൽ ഡിഫൻസീവ് വാൾ വരെ ഓടിക്കളിക്കുന്ന ഒരു പ്ലെയർ. അതുപോലെ തന്നെയാണ് ഫോളോ ഇന്ത്യ എന്ന പ്രതിരോധ നിര താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നത്. ഏതായാലും ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പോയിന്റ് പട്ടികയിൽ ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. മലയാളി താരമായിട്ടുള്ള അജിസലിന്റെ 92ാമത്തെ മിനിറ്റിലെ ഗോളിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയത്തിൽ നിന്നും ഒരു സമനിലയുമായി രക്ഷപ്പെട്ടിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു. ജയത്തോളം പോകുന്ന ഒരു സമനിലയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാക്കിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഇത് കൊമ്പന്മാരുടെ തിരിച്ചുവരവിൻ്റെ സൂചനയെ നമുക്ക് വിലയിരുത്താം. ഇനി ആരാധകർക്ക് പതിയെ ഗാലറിയിലേക്ക് എത്തിത്തുടങ്ങിയാലും കൂടുതലൊന്നും പറയാനില്ല. ഫോളോ ഇന്ത്യയെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ മികച്ചതാണ്. ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം കിഡിലുമായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ ഈ സീസണിൽ കണ്ട ബ്ലാസ്റ്റേഴ്സിനെ അല്ല, അത്യാവശ്യം മികച്ച രീതിയിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. പിന്നെ ഡാനിഷ് പെരുമ്പാഴിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. വിപിൻ, എബിൻ, ഈ രണ്ട് താരങ്ങളുണ്ടല്ലോ, മുത്ത് പ്ലെയേഴ്സാണ്. ഇവന്മാരെ തൂക്കി വിൽക്കാതിരുന്നാൽ കൊള്ളാം. സന്ദീപ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഫിനിഷിങ്ങിൽ കുറച്ച് പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ ഇന്നത്തെ മത്സരത്തിൽ ഓസ്കാർ ബുസോൺ പറഞ്ഞതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനെ വിറപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു. കുറച്ച് ഒന്ന് കൺവേർഷൻ റേറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് 3 പോയിന്റ് സ്വന്തമാക്കാൻ കഴിയേനെ. നമ്മൾ ട്രാക്കിലേക്ക് വരുന്നുണ്ട്, സെറ്റാവുമായിരിക്കും.